സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ ആരംഭിച്ചു. ആദ്യ ദിനം കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്താൻ സാധിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കൊച്ചിയിലെ സെയിന്റ് ആന്റണീസ് സ്കൂൾ കച്ചേരിപ്പടിയിൽ മന്ത്രി വിദ്യാർത്ഥികളെ സന്ദർശിച്ചു. സംസ്ഥാനത്തെ ആദ്യ SSLC പരീക്ഷ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. മലയാളമായിരുന്നു ഇന്നത്തെ വിഷയം. ഈ പരീക്ഷയുടെ ഒരു ടെൻഷനൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് ഏകദേശം മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ പരീക്ഷ കഴിഞ്ഞതോടുകൂടി ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം, പരീക്ഷ അടിപൊളിയായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അടിപൊളിയായിട്ട് എഴുതായിരുന്നു, പക്ഷെ നമുക്ക് ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. വരാൻ കിടക്കണുള്ളൂ, അപ്പൊ അതിന്റേതായ ടെൻഷൻ ഉണ്ട്. ഇനി ഇംഗ്ലീഷ് സബ്ജക്ട് ഒക്കെ വരുമ്പോ, സയൻസ് ഒക്കെ വരുമ്പോ ആദ്യമായിട്ട് ബോർഡ് എക്സാമിന് ഭയങ്കര ടെൻഷനായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കൈക്കിട്ട് വായിച്ചപ്പോഴേക്കും അത്രയും ടെൻഷനൊന്നും വേണ്ടതാണ് ഇപ്പോൾ മന്ത്രി അടക്കം പറഞ്ഞേക്കുന്നത്. അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. എന്ത് പറഞ്ഞു? എന്താണ് ചോദിച്ചപ്പോ 3 മാസം കൂടുമ്പോ ഒരു എക്സാം ഉള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ കുട്ടികൾക്കുള്ള ടെൻഷനും കുറയും. അപ്പൊ ആ ഒരു മൈൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാൻ എക്സാം എഴുതാനും പറ്റിയ രീതിയിൽ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. നല്ല ടെൻഷൻ ഇടയ്ക്കിടയ്ക്ക് ആ പരിശീലനം കിട്ടുമ്പോ കൃത്യമായിട്ട് കിട്ടുമ്പോഴത്തേക്കിനും വലിയ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് അതൊരു എക്സ്പീരിയൻസും ആയിരിക്കും. നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് എഴുതാം. അടിപൊളിയായിട്ട് എഴുതി സമയത്തിന് ഇത്തിരി വ്യത്യാസം. അപ്പൊ എന്തായാലും ഇത്തരത്തിലാണ് കുട്ടികളോട് ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപ് ഇവിടെ കുട്ടികളുമായിട്ട് സംസാരിച്ചിരുന്നു. 3 മാസം കൂടുമ്പോൾ ഓരോ പരീക്ഷ നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ഈ ടെൻഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒഴിവായി കിട്ടും. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അത്തരത്തിലുള്ളൊരു കാര്യമാണ് അദ്ദേഹം കുട്ടികളുമായിട്ട് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. വളരെ കൃത്യമായ പരീക്ഷാ നടത്തിപ്പ് സംസ്ഥാനത്തുടനീളം ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ ഗീതേഷിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.